ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് ക്രോഷ്യ ഫ്ലവർ ചാംസ് ഉണ്ടാക്കിയാൽ ഇത് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഈ ഉണ്ടാക്കുന്നത് തുലിപ്സ് ആണ്. തുലിപ്സ് മാത്രമല്ല, ലില്ലി ഓഫ് ദ വാലി ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്രോഷ്യ കോസ്റ്റർ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള സംഭവമാണ് ചെയ്യേണ്ടത്. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഷേപ്പിലേക്ക് വരില്ല കേട്ടോ അതുകൊണ്ടാണ്. ഇതിന് സ്ട്രിങ്ങും ലീവ്സ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഗ്രീൻ കളറിലെ യാണ് എടുത്തിട്ട് നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൽ ലീവ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. സ്ട്രിങ്ങും വേറെയാണ്, ലീവ്സും വേറെയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലീവ്സും ടുലിപ്സിൻ്റെ കുറച്ച് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ അറ്റാച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് സ്റ്റഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ക്ലോസിങ്ങിലാണ് ടുലിപ്സിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഇത് നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് മാത്രമായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിനകത്ത് ലില്ലി ഓഫ് ദ വാലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലില്ലി ഓഫ് ദ വാലി ചെയ്യുക, അതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് പെറ്റൽസും കൂടി മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് ഇവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളിതിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.